ഇന്റർ മിയാമി വേഴ്സസ് അൽ നാസർ ആ ഒരു മാച്ചിന്റെ വിശകലനം അല്ലെങ്കിൽ അതിന്റെ ഒരു റിയാക്ഷൻ പോലെ നമ്മൾ ആദ്യം ചെയ്യാൻ പോണത്. അപ്പൊ മലപ്പുറം കാർക്ക് എന്താ പറയാനുള്ളത്? ഇതിപ്പോ നേരത്തെ റൊണാൾഡോ പറഞ്ഞത് സത്യമെന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു മാച്ചോട് കൂടിയിട്ട്. MLS ഫാർ ബെറ്റർ ആണ് സൗദി ലീഗ് എന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ മെസ്സി വേഴ്സസ് റൊണാൾഡോ ഡിബേറ്റ് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ റൊണാൾഡോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ ഫുൾ മെസ്സി ഫാൻസ് കളിയാക്കിയിരുന്നു. അതല്ലാന്ന് ഇതോടുകൂടി പ്രൂവ് ആയിരിക്കുകയാണ്. MLS വന്ന ആദ്യം മിയാമി അൽ ഹിലാലിനോട് തോറ്റ്, അത് കഴിഞ്ഞിട്ട് ഇപ്പോ അൽ നാസറിനോട് 6 ഗോളിന് തോറ്റ്. ഇത് കഴിഞ്ഞിട്ടും MLS പൊക്കി പിടിച്ചിടക്കുന്നതൊക്കെ എന്താ നമ്മൾ പറയണ്ട്? ഇത്രയും അത് ഒരു ഗോൾ പോലും തിരിച്ചടിച്ചിട്ടില്ല, 6 ഗോളിനാണ് തോറ്റിക്കുന്നത്. അത് ഈ പറഞ്ഞവരൊക്കെ ഒന്ന് ആലോചിക്കണം. അതന്നെ. പക്ഷെ മാച്ചിനെ കുറിച്ച് പറയുമ്പോഴേ ഇപ്പൊ ഈ പറഞ്ഞ റൊണാൾഡോയുടെ സ്റ്റേറ്റ്മെന്റ് അല്ലേ, മാച്ചിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മാച്ച് ആ ഒരു മാച്ചിൽ കളിയുടെ ഇടയ്ക്ക് എന്താ ഉണ്ടായത് അതിനെ കുറിച്ച് പറയാനുള്ളത് എന്താ? മാച്ചിൽ കംപ്ലീറ്റ് ഡോമിനേഷൻ ആയിരുന്നു, ഒരു സംശയമില്ല. അൽ നാസർ ഫുൾ ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പറയുമ്പോ മിനി ബാഴ്സ, അപ്പുറത്ത് ബുസ്കറ്റ്സ് ഉണ്ട്, മെസ്സി ഉണ്ട്, പിന്നെ ഒരു ഭാഗത്ത് സുവാരസ് ഉണ്ട്, വേറൊരു ഭാഗത്ത് ജോഡി ആൽബ ഉണ്ട്. ഒക്കെ ശരിയാണ്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു തരത്തിലുള്ള ഡോമിനേഷൻ അവർക്ക് ഒരു കളിയിൽ ഒന്നും അവരെ കണ്ടിട്ടില്ല. അത് സത്യാവസ്ഥ തന്നെയാണ്. അൽ നാസർ പക്ക ഡോമിനേഷൻ ആയിരുന്നു കളി മൊത്തം. എങ്ങനെ ഏത് വഴിക്ക് നോക്കി കഴിഞ്ഞാലും. ഇപ്പൊ പറയുമ്പോ മാനില്ല, പിന്നെ നമ്മുടെ ക്രിസ്ത്യാനോ ഇല്ല, പിന്നെ മെയിൻ കീപ്പറായ നവാഫ് ഇല്ല, അങ്ങനെയുള്ള മെയിൻ പ്ലേയേഴ്സ് ഇല്ലാഞ്ഞിട്ട് കൂടി അൽ നാസർ ഇന്റർ മിയാമിനെ എയറിലാക്കി എന്ന് വേണം പറയാൻ. ഇതിപ്പോ നമ്മള് ഇതിന്റെ ഇപ്പൊ കളി കഴിഞ്ഞിട്ട് ഒരു ദിവസം 2 ദിവസമൊക്കെ ആയില്ലേ. ഇനി ഇതിന്റെ ശേഷം കമന്റ് ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാല് ടാലിസ്ക പറയണ പോലെ കുറെ വെറൈറ്റി കമന്റുകൾ കാണാം നമുക്ക്. ഈ ചാണക്കേസിനൊക്കെ ഞാൻ തീയാർത്ഥം വേണോ, ഞാൻ പോരെന്ന് പറഞ്ഞ മാതിരി. എന്തായാലും ഇതോടുകൂടി ഈ ഒരു സംഭവം ഡിബേറ്റ് സെറ്റിൽ ആയിരിക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ MLS ഫാർ ബെറ്റർ ആണ് അൽ നാസർ അല്ല സൗദി ലീഗ് എന്നുള്ളത് ഇതോടുകൂടി പ്രൂവ് ആയിരിക്കുകയാണ്. ഇനി അതിന്റെ കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. അതെ, അത്രേ ഉള്ളൂ. പിന്നെ ഈ കളിനെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാലേ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ ഡോമിനേഷൻ തുടക്കം മുതൽ അവസാനം വരെ എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ അൽ നാസർ നിർത്തിയതാണ്. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ അൽ നാസർ നിർത്തിയതാ. മതി, ഇനി അതിന്റെ മുകളിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തിപ്പോയതാണ്. കാരണം സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്കി, സ്വന്തം ഗ്രൗണ്ടിലേക്ക് വിളിച്ചിട്ട് അല്ലെങ്കിൽ സ്വന്തം നാട്ടിലേക്ക് വിളിച്ചിട്ട് വിദേശികളെ ഊക്കി വിടുന്നത്, അതിലൊരു പരിധിയില്ലേ? വേണമെങ്കിൽ അവർക്ക് ഒരു 100 ഗോളൊക്കെ അടിക്കായിരുന്നു. പക്ഷെ എന്താ പറയുന്ന ഒരു പരിധിയിലുള്ള ഇപ്പൊ മെസ്സി പോലത്തെ ഒരു പ്ലെയർ അല്ലെങ്കിൽ അവിടെ ഇത്തരം പ്ലേയേഴ്സിൽ ഇത്ര ആൾക്കാർ കാണുന്നു, ഇവരൊക്കെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ വിളിച്ചു വരുത്തി അപമാനിക്കുക പറഞ്ഞാൽ അത് എന്താണ് ഭയങ്കര മോശമാണ്. ശരിക്കും പറഞ്ഞാൽ അൽ നാസർ ചെയ്ത് വലിയൊരു മോശമായിട്ടുള്ള കാര്യമാണ്. പിന്നെ പിന്നെ അതിൽ മെസ്സിനെ കുറിച്ച് പറയേണ്ടത് പറഞ്ഞാല്, മെസ്സി വിചാരിച്ചെന്താ വെച്ചിട്ടാ, മെസ്സി വിചാരിച്ചു പറഞ്ഞാൽ 86-ാം മിനിറ്റിലെ മെസ്സി ഇറങ്ങണത്. മെസ്സിയുടെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞാൽ 86-ാം മിനിറ്റ് മെസ്സിയുടെ സ്ഥിരം പരിപാടി 86-ാം മിനിറ്റിൽ ഇറങ്ങിയിട്ട് മെസ്സി ഇങ്ങനെ ബെഞ്ചിൽ നിന്നിട്ട് കളിയാണ്. മിക്കൊന്നും മെസ്സി സ്കോർ ബോർഡ് ഒന്നും കണ്ടിട്ടില്ല. കാരണം MLS എന്ന് പറഞ്ഞാൽ 6 7 ഗോൾ പോസ്റ്റിൽ വീഴും, പക്ഷെ അതൊന്നും കൂട്ടില്ല. കാരണം റഫറി റഫറി അങ്ങനെ കുറച്ച് അവസാനം കളിയൊക്കെ കഴിയാനാകുമ്പോൾ MLS ജയിച്ച രീതിയിലാക്കി കൊടുക്കും. അങ്ങനെയാണ് MLS ഒരു പരിപാടി. അപ്പോ എന്താണ് പറയാ, മെസ്സി ഇങ്ങനെ ബെഞ്ചിൽ നിന്ന് കളിയാണ്. മെസ്സി കളി കാണുമ്പോൾ എന്താണ് 6 വീണ് 7 വീണ്. മെസ്സിക്ക് വിചാരം എന്താ 86-ാം മിനിറ്റിൽ ഇറങ്ങിയിട്ട് കളി ജയിപ്പിച്ചു വിടാന്നിരുന്നു. 86-ാം മിനിറ്റിൽ ഇറങ്ങിയപ്പോൾ എന്താ മെസ്സി ഒരു 5 മിനിറ്റ് പോയിട്ട് ഒരു 1 മിനിറ്റ് ബോൾ മൈദക്ക് കാലം വന്നിട്ടില്ല മെസ്സിയുടെ. അമ്മാതിരി എന്താ പറയുക, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്.